നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഏരിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് മാവ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഗോതമ്പ് മാവ് എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബോയിൽഡ് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഒരു കടായിലോട്ട് ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക്, കുറച്ച് നല്ല ജീരകം, കരിവേപ്പില. ഇനി കടുകും നല്ല ജീരകം കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലോട്ട് വലിയ സവാള ആണെങ്കിൽ 1 സവാള ചേർക്കാം, ചെറുതാണെങ്കിൽ 2 സവാള ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തെടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് പനീർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഫില്ലിങ്ങിന് വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും വെറും സവാള മാത്രം ചേർത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് ഒത്തിരി സമയം എടുക്കില്ല. മാക്സിമം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി കുറച്ച് മസാലകൾ ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർത്തെടുക്കാം. ഇനി ഈ മസാലകൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നില്ല, പകരം ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. 2 ചെറിയ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തെടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ സോസ് കൊണ്ട് ചേർത്തതിന് ശേഷം ജസ്റ്റ് 1 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. മസാലയിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്തെടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മുട്ട ഉടയാത്ത രീതിയിലാണ് മിക്സാക്കി എടുക്കേണ്ടത്. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം കേട്ടോ. മല്ലിയില ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ഇനി ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫില്ലിംഗ് റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നോക്കൂ. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ബോൾസ് ഉരുട്ടിയെടുക്കുമ്പോൾ ഒത്തിരി വലുതാവാനും പാടില്ല, എന്നാൽ ഒത്തിരി ചെറുതാവാനും പാടില്ല. ഈ ഒരു വലുപ്പത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ഒരു അളവിൽ 7 പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഫില്ലിംഗ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾ എടുക്കാം. ഒന്നുകിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൂരിക്കൊക്കെ മാവ് നിരത്തുന്ന മാതിരി ഒന്ന് നിരത്തിയെടുക്കുക. അതായത് ഒത്തിരി തിന്നാവാനും പാടില്ല, എന്നാൽ ഒത്തിരി തിക്കാവാനും പാടില്ല. ഈ ഒരു വലുപ്പത്തിനാണ് നമ്മളൊന്ന് നിരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ ആക്കിയെടുക്കുക. കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. ഒരു പീസ് മുട്ടയും പിന്നെ കുറച്ച് മസാലയും കൂടെ വെച്ചെടുക്കാം. ഇനി ഇത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ വച്ചേക്കുന്ന ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്ന മാവ് ഒന്നുകിൽ നമുക്ക് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കുക. നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ പൂരിക്ക് മാവ് നിരത്തുന്ന മാതിരി ഒന്ന് നിരത്തിയെടുക്കുക. അതിനുശേഷം ഫില്ലിങ് വെച്ചെടുക്കുക.
ഫില്ലിങ് വെച്ചതിന് ശേഷം മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ വെച്ച ഫില്ലിങ് കവറാവുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ എക്സ്ട്രാ വരുന്ന മാവ് ഒന്നുകിൽ നമുക്ക് എടുത്ത് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ ഫില്ലിങ് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും, പുറത്താവില്ല. ഇനി നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് ഒന്നുകിലും നമുക്ക് എണ്ണയിലൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവി നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പലഹാരങ്ങൾ വെച്ച് കൊടുക്കാം. ഇനി അതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി. അങ്ങനെ നമ്മുടെ പലഹാരം നന്നായിട്ടൊന്ന് കുക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പലഹാരങ്ങൾ ചൂട് മാറിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കേ വേണ്ടുള്ളൂ. ഇത് ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എണ്ണയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ച് മറിച്ചിടുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ സൈഡ് ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നല്ല മുരിഞ്ഞ് കിട്ടും. ഇതുപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ സൈഡും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂട് ചായയോടെ നമുക്ക് സെർവ് ചെയ്യാം. ഇത് ആവിയിൽ വേവിച്ചതെന്ന് ആരും പറയില്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തൊരു പലഹാരമെന്ന് പറയത്തുള്ളൂ. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നമ്മൾ വച്ച ഫില്ലിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് തീർച്ചയായും ട്രൈ ചെയ്യുന്ന കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവിന് പകരം വേണമെങ്കിൽ മൈദ ചേർക്കാം കേട്ടോ. പക്ഷേ മൈദേനെക്കാട്ടിലും ഗോതമ്പ് മാവാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്